എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ഇന്നൊരു മീൻ പിടിക്കാൻ പോയ കഥയായാലോ. ഇവിടെ മാൽദീവ്സിൽ വന്നിട്ട് ഞാൻ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ജീവിതം തന്നെ മൊത്തത്തിൽ ഇവിടെ വന്നതിന് ശേഷം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിലൊന്നാണ് കേട്ടോ ഇങ്ങനെയുള്ള മീൻ പിടിക്കാൻ പോകുന്ന യാത്രകൾ. ഇത് നമ്മുടെ ഇവിടെ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞില്ലേ, അതിലൊന്നായിരുന്നു കേട്ടോ മടിയും. ഇപ്പം ഞാൻ നല്ല മടിച്ചാണ്, അതുകൊണ്ടാണ് അന്നെടുത്ത വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ഡേ പ്രമാണിച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടക്ട് ചെയ്താണ് ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ്. ഇതെൻ്റെ രണ്ടാമത്തെ ഫിഷിംഗ് ട്രിപ്പാണ്. എനിക്കാണെങ്കിൽ കടൽ കണ്ട അപ്പം ഞാൻ വാള് വെക്കുന്ന ആളാണ്. എനിക്ക് സീ സിക്നെസ് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയുള്ള യാത്രകൾ ആസ്വദിച്ച് പോകും. ഇതാണ് നമ്മുടെ കപ്പിത്താൻ കേട്ടോ. അപ്പോൾ വണ്ടി റിവേഴ്സാണ് പോകുന്നതെന്ന് തോന്നും. ഏകദേശം വൈകുന്നേരത്തോടടുത്താണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ ഓഷൻ്റെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വല്ലാത്ത രസമാണ് കേട്ടോ. നോക്കി എന്ത് രസമാണ്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല രസമാണ് ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗി. ഇനി ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഏരിയയിലോട്ട് പോകുന്നതനുസരിച്ച് ഈ കളറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് നോക്കിയേ, ഇപ്പോൾ കടലിൻ്റെ കളർ ഏകദേശം ഒന്നും മാറിയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തിട്ടൊന്നും കാണാൻ പറ്റില്ല. അതിനർത്ഥം ഇവിടെ ഡീപ്പായിട്ടുള്ള ഏരിയ ആണ്. വീണ് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഉണ്ണിയെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ കടലെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പണ്ട് മാൽദീവ്സിലോട്ട് വരണം എന്നുള്ളത് 2016 തൊട്ടേ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി, അയ്യോ കടലിൻ്റെ നടുവിലല്ലേ സുനാമി വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ആ പേടി മാറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഈ ഒരു ഐലൻഡൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുഴപ്പമില്ല, സുനാമി വന്നാലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നാട്ടിലുണ്ടാകുമ്പോൾ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഭവമായിരുന്നു. കടലിൽ നമ്മളങ്ങനെ പോകാറൊന്നും ഇല്ലല്ലോ. പൊതുവേ എനിക്ക് വെള്ളത്തോട് നല്ല പേടിയുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് കടലിനോട് പേടിയുള്ളത് മാറി ഒരു ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ, വല്ലാത്തൊരിഷ്ടം. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മീൻ പിടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ട്യൂണയില്ലേ, ട്യൂണ മീൻ്റെ വയറ് പോർഷനായിരുന്നു കേട്ടോ. ട്യൂണേനെ ഇവിടെ ലട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ലട്ടീൻ്റെ വയറ് പോർഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനും അറിഞ്ഞും പറഞ്ഞ് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഉണ്ണിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ മീൻ പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം അവൾക്കത് കൊടുത്തു കേട്ടോ. ഇതേ നോക്കിയേ, നല്ല രസമില്ലേ വെള്ളം കാണാൻ വേണ്ടിയിട്ട്. ഇത് കടലാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? ഇവിടെ മാൽദീവ്സിൽ വന്നിട്ട് എന്താണ് എനിക്ക് പോസിറ്റീവായി തോന്നിയെന്ന് ചോദിച്ചാൽ അതിൽ ഞാൻ പറയുക, എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് കേട്ടോ. അതിലെൻ്റെ ഫേവറേറ്റ് കണ്ണലിയാണ്, അതായത് നമ്മുടെ യെല്ലോ ഫിൻ ട്യൂണ. നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് യെല്ലോ ഫിൻ ട്യൂണ കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് അതാണ്. കുറേ നേരം മീനൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയ്യാണ്ടായേ. മീനൊന്നും കിട്ടിയിട്ടില്ല. മീൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇന്നും എന്നോട് സഹകരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് സീ സിക്നസ് അടിക്കാൻ വേണ്ടി തുടങ്ങി. ചെറുതായിട്ട് തലവേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ദത്തയുടെ കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം മീൻ പിടിക്കാമെന്ന്. അപ്പോൾ എന്നോട് ഉണ്ണി പറഞ്ഞു, അമ്മ ഞാൻ സഹായിക്കാം, അമ്മ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തോന്ന്. അങ്ങനെ ചൂണ്ടയുടെ സാധനങ്ങളെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. ഞാൻ അവിടെ ഇരുന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. എനിക്കാണ് ഒട്ടും പറ്റുന്നില്ല. കാരണം ഈ വണ്ടി ഇങ്ങനെ നമ്മൾ ആഴക്കടലിൽ പാർക്ക് ചെയ്തിടുമ്പോൾ ഇത് വല്ലാതെ ഷേക്ക് ആവും. അങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തല നന്നായിട്ട് വേദന എടുക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ കടലിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ സാധാരണ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പ്രത്യേകിച്ച് സ്ലീപ്പർ ബസ്സിൽ പോകുമ്പോൾ കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണി അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ഇവളുടെ പിടുത്തമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നിറയെ മീൻ ഇന്ന് കിട്ടും, ഇന്ന് രാത്രിയിലോട്ട് മീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന്. പക്ഷെ ഒരു മീനും അവളോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, നമ്മളിട്ട തീറ്റ പോലും മീന് വേണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ദേ ആ കാണുന്നതില്ലേ, അതാണ് നമ്മളുടെ ഐലൻഡ്. ചെറിയ ഐലൻഡാണ് ശരിക്കും ഞങ്ങളുടേത്. ഇതിപ്പോൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നതും ഞങ്ങൾ ഐലൻഡിൽ നോക്കിയാൽ കാണുന്ന ദൂരത്ത് തന്നെയാണ്. ഇവിടെ എല്ലാം ഡീപ്പായിട്ടുള്ള സീ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും നമുക്ക് മീൻ പിടിക്കാൻ പോകേണ്ടി വരാറില്ല. ഇവിടെ തന്നെ നമുക്ക് മീൻ കിട്ടും. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഇരുന്ന് രണ്ടുണ്ട് കാര്യം. നമുക്ക് വാള് വെക്കണമെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് തന്നെ വാള് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചൂണ്ടയിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് പോയി ചുട്ട് തിന്നാലോ അങ്ങനെ കരുതിയിട്ട്. അതിനിടയിൽ കാലൊന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയേ. അത് കണ്ടപ്പോൾ പിറകുന്ന ആരോ വിളിച്ചു പറഞ്ഞു, ഷാർക്കൊക്കെ ഉള്ള ഏരിയ ആണ്, കാലൊക്കെ കടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, വേഗം എടുത്ത് മുകളിലോട്ട് ഇട്ടോന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലോട്ട്
കയറി കേട്ടോ. ഇവിടുത്തെ അവസ്ഥയാണെങ്കിൽ പറയേ വേണ്ട, താഴത്തേനേക്കാളും കുലുക്കമായിരുന്നു. മുകളിൽ കയറിയപ്പോൾ നിൽക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് ഇങ്ങനെ നിരങ്ങി പോവില്ല, ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ നല്ല കാഴ്ചയായിരുന്നു. ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേനും സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു അന്യായ വ്യൂ ആയിരുന്നു. അത്ര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കയറി വരാൻ കുറച്ചൊന്ന് വൈകി. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ കുറച്ച് നേരമേ ഇതിനെല്ലാം ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അവിടെ കിടക്കാൻ വേണ്ടി തുടങ്ങി. ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ തല പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര നന്നായിട്ട് വണ്ടി ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വീഴും എന്ന് പറഞ്ഞൊരവസ്ഥയായപ്പോൾ ഞാൻ അവിടെ കിടന്നതാണ്. ഇവിടെ നിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് എന്ത് രസമാണെന്ന് പറയും. ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. ദേ അവിടെ ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്ന് എനിക്ക് തല പൊക്കിയാൽ മാത്രമാണ് കുഴപ്പം, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രിയാവുമ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ പ്രൈവറ്റ് ഐലൻഡിലുള്ള റിസോർട്ടുകളാണ്. എന്ത് രസമാണല്ലേ ഇത്. ചുറ്റും ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഐലൻഡിലോട്ട് പോകാനുള്ള യാത്രയിലാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഓക്കെ ആയി കേട്ടോ. എനിക്ക് ഈ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഷിപ്പിൽ മാത്രമേ കുഴപ്പമുള്ളൂ. ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാ രീതിയിലും ഓക്കെ ആയി. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകൾ കണ്ടില്ലല്ലോ. ഇത്രയും മീനാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇത്ര മാത്രമല്ല, ഇനിയും വേറെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഐലൻഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളുടെ വേറെ ടീമുണ്ട്. അവരിതൊക്കെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. ഇത്രയാണ് കേട്ടോ നമ്മുടെ പരിപാടി. രാത്രിയിൽ നിന്നുള്ള കാഴ്ചകൾ നല്ല രസമാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐലൻഡ് ഒരു പ്രത്യേക വൈബിലാണുള്ളത്. ഞങ്ങൾ ഐലൻഡിൽ നിറയെ ഗസ്റ്റ് ഹൗസുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഫുൾ ടൈം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ലൈഫിലെ മറക്കാനാവാത്ത കുറേ നിമിഷങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള മീൻ പിടിക്കാൻ പോകുന്നതും മറ്റുമൊക്കെ. ഏകദേശം നമ്മൾ ഐലൻഡിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഐലൻഡിലോട്ട് എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് നമുക്ക് വേണ്ട ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി. ഇതൊക്കെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന മീനായിരുന്നു കേട്ടോ. അതൊക്കെ ഗ്രില്ല് ചെയ്ത് സെറ്റായി. പിന്നെ സൊസേജ് ഉണ്ട്, റോഷി, ചിക്കൻ, ബ്രെഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരിക്കും. ഇറ്റ്സ് മീ വിദ്യ, സൈനിങ് ഓഫ്.